Hello my dear kids, good morning. How are you children? Hope all are fine, right? Very good. In our last class, what did we do? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ചെയ്തത്? സ്ട്രോക്സിനെ കുറിച്ച് പഠിച്ചു അല്ലേ? ഡു യു റിമെമ്പർ ചിൽഡ്രൻ? നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ സ്ട്രോക്സിനെ കുറിച്ചിട്ട്? ഏതൊക്കെ സ്ട്രോക്സ് ആണ് നമ്മൾ പഠിച്ചത്? ഏതൊക്കെ സ്ട്രോക്സ് ആണ്? സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലാൻറ്റിംഗ് ലൈൻ. സ്ലാൻറ്റിംഗ് ലൈനിൽ 2 ടൈപ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? ലെഫ്റ്റ് സ്ലാൻറ്റിംഗ് ലൈൻ, റൈറ്റ് സ്ലാൻറ്റിംഗ് ലൈൻ, റൈറ്റ്. ആൻഡ് നെക്സ്റ്റ് കർവ്ഡ് ലൈൻ. എന്താണ് കർവ്ഡിലും 2 ടൈപ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ലെഫ്റ്റ് കർവ് ആൻഡ് റൈറ്റ് കർവ്, റൈറ്റ് ചിൽഡ്രൻ? വെരി ഗുഡ്. നൗ വി ഓൾസോ പ്രാക്ടീസ് ടു റൈറ്റ് സ്റ്റാൻഡിംഗ് ലൈൻ ആൻഡ് സ്ലീപ്പിംഗ് ലൈൻ. നമ്മൾ സ്റ്റാൻഡിംഗ് ലൈനും സ്ലീപ്പിംഗ് ലൈനും എഴുതാനും പഠിച്ചു. ഏതിനകത്താണ് എഴുതി പഠിച്ചത്? 4 ലൈൻ നോട്ട് ബുക്കിൽ അല്ലേ? എല്ലാവരും എഴുതി നോക്കിയോ? എഴുതി നോക്കി അല്ലേ? എല്ലാവർക്കും എഴുതാൻ കിട്ടുന്നുണ്ടോ 4 ലൈനിൽ? വെരി ഗുഡ്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ ചിൽഡ്രൻ, വിൽ യു ഡു ദാറ്റ്? എല്ലാവരും പ്രാക്ടീസ് ചെയ്യില്ലേ? നല്ല കുട്ടികൾ. സോ വി വിൽ റിവൈസ് ഫസ്റ്റ് all the strokes. Okay, now look here. What is this? What is this? We have started from first line to the third line. എന്താണ് ഈ ലൈൻ എന്താ പറയാ? Yes, standing line, right children? What line is this? Standing line. Now the next line, what is this? What is this? Sleeping line, right? Very good. Now what is this? ഇതെന്ത് ലൈനാ? സ്ട്രെയിറ്റ് ആണോ? അല്ല, ഇത് ഇത്തിരി ചെരിഞ്ഞിട്ടാണ്. അപ്പം എന്ത് ലൈനാണത്? യെസ്, ദിസ് ഇസ് ലെഫ്റ്റ് സ്ലാൻറ്റിംഗ് ലൈൻ. നൗ ദ നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് ദിസ്? യെസ്, ദിസ് ഇസ് റൈറ്റ് സ്ലാൻറ്റിംഗ് ലൈൻ. Now see this one. What is this? ഇങ്ങനെ curve ആയിട്ടാണ്. അപ്പം എന്ത് ലൈനാണിത്? യെസ്, ദിസ് ഈസ് ദ ലെഫ്റ്റ് curve. And what is this? This is the right curve. Right children? Yes. We'll repeat again. Standing line, sleeping line, left slanting line, right slanting line, left curve, right curve. Did you get it? We'll repeat again. Standing line, sleeping line, left slanting line, right slanting line, left curve and right curve. Did you get it? Very good. You also wrote standing line and sleeping line in your notebook, right children? So today we'll write the next 2 lines. Now see here. What is this? Can you see? ഇതെങ്ങനെയാണ് ലൈന്? ഇവിടുന്ന് ഇങ്ങനെയാണ് അല്ലേ? ഇതെന്ത് ലൈനാണ്? റൈറ്റ് സ്ലാൻറ്റിംഗ് ലൈൻ. റൈറ്റിലേക്ക് ഈ ലൈന് ചെരിഞ്ഞിട്ടാണ് പോയിരിക്കണം. അപ്പോൾ എന്താണ് ലൈന്? റൈറ്റ് സ്ലാൻറ്റിംഗ് line. What you should do? Tell your parents to draw 2 lines. Okay? And you should practice writing in your 4 line notebook. എന്താ ചെയ്യേണ്ടത്? പാരൻസിനോട് 2 ലൈന് വരച്ചു തരാൻ പറഞ്ഞിട്ട് ഇതേമാതിരി സ്ലാൻറ്റിംഗ് ലൈന് എഴുതി പ്രാക്ടീസ് ചെയ്യണം. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? യു ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ റെഡ് ലൈൻ ആൻഡ് എവിടത്തെ ബ്ലൂ ലൈൻ വരെയാ? രണ്ടാമത്തെ ബ്ലൂ ലൈൻ വരെയാണ് പോകാൻ പാടുള്ളൂ. ബ്ലൂ ലൈനിൻ്റെ താഴേക്ക് പോവരുത്. ഓക്കെ, വിൽ യു ഡു ദാറ്റ്? വെരി ഗുഡ്. നൗ ദ നെക്സ്റ്റ് വൺ ഇസ് ഓൾസോ സ്ലാൻറ്റിംഗ് ലൈൻ. പക്ഷെ വേറെ സൈഡിലേക്കാണ്. ഏത് സൈഡിലേക്കാണിത്? ലെഫ്റ്റ് സ്ലാൻറ്റിംഗ് ലൈൻ. ഏത് സൈഡിലേക്കാണ് പോയിട്ടുള്ളത്? ലെഫ്റ്റ് സ്ലാൻറ്റിംഗ് ലൈൻ. ഇത് ലെഫ്റ്റിലേക്കാണ് പോയിരിക്കുന്നത്. കണ്ടോ? റെഡ് ലൈൻ എന്ന് സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് ബ്ലൂ ലൈൻ വരയ്ക്ക്. സോ ദിസ് ഇസ് റൈറ്റ് സ്ലാൻറ്റിംഗ് ലൈൻ ആൻഡ് ദിസ് ഇസ് ലെഫ്റ്റ് സ്ലാൻറ്റിംഗ് ലൈൻ. ഓക്കെ ചിൽഡ്രൻ? വെരി ഗുഡ്. നൗ
The next one, what is this? ഇതെന്താണ്? Curved line. എന്താണിത്? Curved line. So how you should write curved line? Now see here. Red line, you should start from the red line. Bend ചെയ്ത് ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്ന് curved line. ഇവിടുന്ന് what is this? Left curved line. പിന്നെന്താ next one? Right curved line. Left curved line. ഇവിടെ ഇതേമാതിരി എഴുതണം. Can you see? See, you should start from the red line to the second blue line. ഇതേമാതിരി ലൈൻ വരച്ച് പ്രാക്ടീസ് ചെയ്യണം. Okay? Very good. And the next one is see, this is right curved line. You should start from the red line and till the second blue line. Okay kids? Daily one page you can write. എല്ലാം കൂടി ഒരുമിച്ച് എഴുതണ്ട. Daily one page. Okay? Very good. Now children, in last class we also learned a rhyme. Do you remember children? ഏതായിരുന്നു സ്വാതി മിസ് പഠിപ്പിച്ചെന്ന റൈം? കം ലിറ്റിൽ ചിൽഡ്രൻ ദ റൈം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡു യു റിമെമ്പർ ദ റൈം? യെസ്, യു ഓൾ നോ ടു സിങ്. അതിനകത്ത് എന്തൊക്കെയുണ്ടായിരുന്നേ? സോ മെനി ആൽഫബറ്റിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ഏത് തൊട്ടാണ് ആൽഫബറ്റ് സ്റ്റാർട്ട് ചെയ്യണത്? ഫ്രം എ. റൈറ്റ് ചിൽഡ്രൻ? എ തൊട്ട് എത്ര വരെ ഉണ്ട്? സെഡ് വരെ ആൽഫബറ്റ്സ് ഉണ്ട്. റൈറ്റ്? അപ്പോൾ എത്ര ആൽഫബറ്റ്സ് ഉണ്ട് നിങ്ങൾക്കറിയോ? There are 26 alphabets. Okay? Totally 26. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്താണ്? A and till Z. Can you see here children? കാണാണ്ടോ? ഇതൊക്കെ എന്താണ്? കുറേ ലെറ്റേഴ്സ് ആണ്. What is this? Letters. എല്ലാ ലെറ്റേഴ്സിനെ ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് ആൽഫബറ്റ്. എന്താണ്? എല്ലാ ലെറ്റേഴ്സിനെയും ഒരുമിച്ച് പറയുന്ന പേരെന്താണ്? ആൽഫബറ്റ്. ഓക്കെ? ഇതിനകത്ത് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 26 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഓൾ ടുഗദർ ആണ് എന്താണ്? ആൽഫബറ്റ്. നൗ വി വിൽ സേ ഈച്ച് ആൽഫബറ്റ് ആൻഡ് ലേൺ. വിൽ യു റിപ്പീറ്റ് ആഫ്റ്റർ മീ? വെരി ഗുഡ്. നൗ ലുക്ക് ഹിയർ ചിൽഡ്രൻ. വാട്ട് ഈസ് ദിസ്? A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. Did you get it? ഇതാണ് ആൽഫബറ്റിൻ്റെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഓർഡർ. ഈ ഓർഡറിൽ വേണം നമ്മൾ ABCD A തൊട്ട് Z വരെ എഴുതാനും പറയാനും പഠിക്കാൻ വേണ്ടിയിട്ട്. Did you get it? ഈ സെയിം ഓർഡറിൽ എല്ലാവരും വായിച്ച് പഠിക്കണം. Shall we repeat it again? Repeat children. A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. Did you get it? Should practice reading all the alphabet. Okay? So we'll repeat it again. All repeat after me. A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y and Z. Did you get it?
Very good. Practice reading all the alphabet. Listening to the rhyme. Okay? ആ rhyme പഠിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ ലെറ്റേഴ്സും നിങ്ങൾക്ക് പറയാൻ കിട്ടും. ഓർഡറിൽ പറഞ്ഞ് പഠിക്കണം. Okay? Very good. So children, what did we learn today? We learned, we recalled all the strokes and also to read and say all the letters. Right children? Very good. So practice all the letters and also write the strokes. Will you do that? എല്ലാവരും സ്ട്രോക്സ് എഴുതി നോക്കുക. അതേമാതിരി ലെറ്റേഴ്സ് ഒക്കെ പറഞ്ഞ് ഉറക്കെ പറഞ്ഞ് പാരൻസിനും ഗ്രാൻഡ് പാരൻസിനും ഒക്കെ പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കണം. ഓക്കെ? വിൽ യു ഡു ദാറ്റ്? വെരി ഗുഡ്. Now look here children, what is this? Yes, this is our literacy skill book. Right children? This is our English book, textbook. Now see here. What is this? Yes, say colorful page അല്ലേ? നല്ല ഭംഗിയുണ്ട്. നല്ല കളർഫുൾ ആയിട്ട് കണ്ടോ ലെറ്റേഴ്സ് ഒക്കെ? Can you see? Yes. ഇവിടെ ഒരു അനിമലിനെ കാണാനുണ്ട്. നിങ്ങൾക്ക് കാണാണ്ടോ? ഏത് അനിമലാണ് അറിയോ നിങ്ങൾക്ക്? ഇതാണ് ആലിഗേറ്റർ. ഏത് അനിമലാണ്? ആലിഗേറ്റർ. ഈ ആലിഗേറ്ററിന് പോവാനുള്ള വഴിയാണ് കണ്ടോ? ഇതിൽ കൂടെ ഇങ്ങനെ പോയി 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 എങ്ങനെയാ പോണ്? അവിടെ സീബ്ര ഉണ്ട്. സീബ്രയുടെ അടുത്തേക്ക് ആലിഗേറ്റർ പോകണം. അതിൻ്റെ ഇടയിൽ കുറേ ലെറ്റേഴ്സ് ഉണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം ഏതൊക്കെ ലെറ്റേഴ്സ് അല്ലേന്ന്. ഒന്ന് മിസ്സിൻ്റെ ഒപ്പം ഉറക്കെ പറഞ്ഞോളൂ കേട്ടോ എല്ലാവരും. Now say children, A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. കണ്ടോ? ആലിഗേറ്റർ പോണ വഴി കൂടെ കുറേ ലെറ്റേഴ്സ് ഉണ്ട്. എവിടെ വരെത്തി? സീബ്ര വരെത്തി. അപ്പം എല്ലാ ലെറ്റേഴ്സും സേ ആൻഡ് റിപ്പീറ്റ് എല്ലാവരും വായിച്ച് പ്രാക്ടീസ് ചെയ്യണം. വിൽ യു ഡു ദാറ്റ്? വെരി ഗുഡ്. സോ ചിൽഡ്രൻ, പ്രാക്ടീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് ലെറ്റേഴ്സൊക്കെ വായിക്കാനും എഴുതാനും പറ്റുള്ളൂ. അപ്പം എല്ലാവരും ചെയ്യില്ലേ എല്ലാ ദിവസവും? നല്ല കുട്ടി. So today we are going to conclude today's class. See you next class. Bye bye.